ആദ്യം പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെത്തുന്ന ഒരു പ്രധാന വാർത്ത. അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തുടരുകയാണ്. പുതുക്കിയ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നു. പുതിയ വിമാനത്താവളവും അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 22-ലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് കരട് രൂപരേഖയായി. ക്ഷേത്രം തുറക്കുന്നതും ആദ്യ ആരതി ഒഴിയുന്നതും പ്രധാനമന്ത്രി തന്നെയാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും RSS മേധാവി മോഹൻ ഭാഗവതും ചടങ്ങിനെത്തി. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ ഈ പ്രതിഷ്ഠാ ദിനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ, വിമാനത്താവളങ്ങളുടെ ഉദ്ഘാടനം, ഈ രീതിയിൽ ഇന്നത്തെ ദിവസം വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ. പ്രധാനമന്ത്രി ഈ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം റെയിൽവേ സ്റ്റേഷന്റെ പുതിയ രൂപരേഖ ഇപ്പോൾ അദ്ദേഹം കാണുകയാണ്. അശ്വിനി വൈഷ്ണവ്, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവരിച്ച് നൽകുകയാണ്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് BJPയും കേന്ദ്ര സർക്കാരും ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുത്ത റോഡ് ഷോയാണ്. റോഡ് ഷോയിൽ പങ്കെടുത്താണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. അതിനുശേഷമായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം. പുതിയ റെയിൽവേ സ്റ്റേഷൻ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം. ഒരു വിമാനത്താവളത്തിന്റെ രൂപ സാദൃശ്യങ്ങളോട് കൂടിയ സൗകര്യങ്ങളോട് കൂടിയ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ അയോധ്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം പുതിയ 2 അമൃത് ഭാരത്, 6 വന്ദേ ഭാരത് ട്രെയിനുകളും അതിന്റെ ഫ്ലാഗ് ഓഫും നടന്നിട്ടുണ്ട്. നവീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനമാണ്. അയോധ്യയെ സംബന്ധിച്ച് ഇപ്പോൾ BJP അവകാശപ്പെടുന്നത് കഴിഞ്ഞ 500 വർഷമായി അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർക്കപ്പെട്ട ഘട്ടത്തിൽ നിലച്ച വികസന പ്രവർത്തനങ്ങളാണ് 500 വർഷത്തിന് മുമ്പ്. ആ വികസന പ്രവർത്തനമാണ് അയോധ്യയിൽ തങ്ങൾ ആരംഭിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് BJP നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ നടന്ന ഈ റോഡ് ഷോ അടക്കം വിഭാവനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. 22-ാം തീയതി, ജനുവരി 22-ാം തീയതിയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുക. അതിന് മുന്നോടിയായിട്ട് വലിയ വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും തുടക്കവും ഒക്കെ അയോധ്യയിൽ നടക്കുന്നുണ്ട്. ഇതിന് നാന്ദി കുറിച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഇന്ന് രാവിലെ നടന്ന റോഡ് ഷോ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തുടക്കം കൂടിയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഈ 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. 2 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. സ്മിത. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി, അയോധ്യയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. അയോധ്യയിൽ പ്രധാനമന്ത്രി എത്തി. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന്. റോഡ് ഷോയ്ക്ക് ശേഷം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. പദ്ധതി രൂപരേഖകൾ പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കുകയാണ് കേന്ദ്രമന്ത്രി. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയുള്ളത് വിമാനത്താവളം ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ വിവിധ ട്രെയിനുകൾ, പുതിയ ട്രെയിനുകൾ, വന്ദേ ഭാരത്, അമൃത് ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ്. ഈ രീതിയിലാണ് അത് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അയോധ്യയിൽ നിന്ന് ഇന്നത്തെ ദിവസം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ നീക്കം കൂടിയാണ്. 2024-ലെ തെരഞ്ഞെടുപ്പിന് ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണായുധം കൂടിയാകുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ രീതിയിലാണ് ഈ പരിപാടികളെല്ലാം തന്നെ, പ്രധാനമന്ത്രിയുടെ പരിപാടികളെല്ലാം തന്നെ BJP സംഘടിപ്പിച്ചിട്ടുള്ളത്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അയോധ്യയിൽ നിന്നുള്ള വിവരങ്ങളുമായി രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. അയോധ്യയിൽ നിന്നുള്ള വിവിധ ദൃശ്യങ്ങളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. വിപുലമായ പരിപാടികൾ, ആർക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. വിവിധ വികസന പദ്ധതികൾ വർഷങ്ങളായി വലിയ പുരോഗതിയില്ലാതെ കിടന്നിരുന്ന അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം എത്തുന്നു, കോടതി വിധി എത്തുന്നു. അതിനുശേഷം വലിയ വികസന പദ്ധതികൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു ഉദാത്ത മാതൃക കൂടിയാകുന്നു ഇന്നത്തെ ഈ പദ്ധതികളുടെ ഉദ്ഘാടനമെല്ലാം തന്നെ. BJP അത് വലിയൊരു രാഷ്ട്രീയ നേട്ടമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ആർക്കെ, ഇനി എപ്പോഴാണ് ഈ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം? മറ്റുള്ള പരിപാടികൾ എന്തെല്ലാമാണ് പ്രധാനമന്ത്രിയുടെ? ഇപ്പോൾ പ്രധാനമന്ത്രി ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത ഞാൻ നേരത്തെ
സൂചിപ്പിച്ചു. വലിയ പ്രാധാന്യമാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് BJP നൽകുന്നത്. അത് കൂടാതെ 2 പുതിയ അമൃത് ഭാരത്, 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടന ചടങ്ങുകളും ഇവിടെ നടക്കാനായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ഈ വിമാനത്താവളത്തിലേക്ക് പോകാനായിട്ട് പോകുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്ന്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെയുള്ള പരിപാടികൾ പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല 4 പ്രധാനപ്പെട്ട റോഡുകളുടെ ഉദ്ഘാടന പദ്ധതികളും ഇന്ന് അയോധ്യയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രിയാണ് നിർവഹിക്കുക. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടേക്ക് പോകുന്നുണ്ട്. ഈ വിമാനത്താവളത്തിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും ഉദ്ഘാടനമടക്കം ഇന്ന് അയോധ്യയിൽ നടക്കുമ്പോൾ അത് 22-ാം തീയതി വരെ നീളുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളുടെ തുടക്കമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസന പദ്ധതികൾ ഇക്കാലയളവിൽ അയോധ്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയോ അഥവാ അതിന് തുടക്കം കുറിക്കുകയോ ചെയ്യുന്നത്. നഗരം കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികളും ഇക്കൂട്ടത്തിൽ ഉണ്ട്. അങ്ങനെ എല്ലാ ഇനത്തിലും അയോധ്യയെ സംബന്ധിച്ച് അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് BJP ഈ വിധത്തിൽ ഉള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശരി. രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. വിവിധ വികസന പദ്ധതികൾ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അയോധ്യ ധാം സ്റ്റേഷൻ എന്നാണ് ആ സ്റ്റേഷന് പേരിട്ടിരിക്കുന്നത്. വന്ദേ ഭാരത്, അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ്, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള റോഡ് ഷോ ഇന്ന് പ്രഭാതത്തിൽ പ്രേക്ഷകർ കണ്ടു. ഇപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയുടെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് തുടങ്ങി വലിയ പ്രമുഖരുടെ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വിവിധ പദ്ധതികളുടെ ഫ്ലാഗ് ഓഫ്, അതോടൊപ്പം തന്നെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വലിയ BJP അതിനെ വലിയ രാഷ്ട്രീയ നേട്ടമായി അഭിമാനപൂർവ്വം മുന്നോട്ട് വയ്ക്കുന്ന അയോധ്യയിലെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും തന്നെയാണ്. റെയിൽവേ സ്റ്റേഷന്റെ പദ്ധതി രൂപരേഖകളെല്ലാം തന്നെ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് പ്രധാനമന്ത്രിക്ക് വിവരിച്ച് കൊടുക്കുകയായിരുന്നു. സാധാരണ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ എയർപോർട്ടിന്റെ വിമാനത്താവളത്തിന്റെ മാതൃകയിലാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ രൂപരേഖ എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഒരു സാഹചര്യം കൂടിയുണ്ട്. വർഷങ്ങളായി അയോധ്യയിലുണ്ടായ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, വിവാദങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വികസന പദ്ധതികളൊന്നും തന്നെ കാര്യമായി അവിടെ നടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിരവധി വികസന പദ്ധതികളാണ് അവിടെ നടപ്പാക്കുന്നത്. ആ രീതിയിൽ തന്നെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടമായി തന്നെ BJP അതിനെ മുന്നോട്ട് വയ്ക്കുന്നു. രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയെ രൂപരേഖ വിവരിച്ചു കൊടുക്കുന്നു കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. നമുക്ക് ജനങ്ങൾ തിക്കിത്തിരക്കി ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് ഒന്ന് കൈവീശി കാണിക്കാനെങ്കിലും പ്രധാനമന്ത്രി ഒന്ന് കാണാനായി എത്തുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളും ഏത് രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഐറ്റിനറി പോകുന്നത്? സിന്ധു സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ഒരു രാഷ്ട്രീയ ലക്ഷ്യം BJPക്ക് ഈ ഇന്നത്തെ ഉദ്ഘാടന പരിപാടികൾ തുടങ്ങി ഇനി ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് വരെയുള്ള ദിവസങ്ങളിലുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ അവര് അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പുതുതായിട്ട് തയ്യാറാക്കിയ റെയിൽവേ സ്റ്റേഷന് ഇട്ടിരിക്കുന്ന പേര് തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്. അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ് ഈ പുതിയ വിമാനത്താവളത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. ഈ വിമാനത്താവളം ഏറെ പ്രത്യേകതകളുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തെ ഗേറ്റ്, അതിന്റെ താഴികക്കുടം, ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന രാജസ്ഥാനിൽ നിന്നുള്ള അതേ കല്ലുകൾ കൊണ്ടാണ്. മഴ പെയ്താൽ തിളക്കം കൂടും എന്നുള്ളതാണ് ഈ കല്ലുകളുടെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. ഈ സ്റ്റേഷന്റെ മുൻവശത്തും പ്ലാറ്റ്ഫോം അടക്കമുള്ള വശങ്ങളിലുമായിട്ട് 8 ഇടങ്ങളിൽ ഈ ക്ഷേത്ര സമാനമായിട്ടുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സ്റ്റേഷന്റെ മുൻവശത്തെ ഗേറ്റിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ ഈ ആളുകൾക്ക് അയോധ്യ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന്റെ ഒരു അനുഭൂതി ലഭ്യമാക്കുക എന്ന വിധത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ സ്റ്റേഷന്റെ അകത്തേക്ക് നിർമ്മിതി നടത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് ഈ സ്റ്റേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അയോധ്യയിൽ BJPയെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപിത ഇപ്പോൾ പ്രധാനമന്ത്രി ഈ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 അമൃത് ഭാരത് ട്രെയിനുകളാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട്
സാധിക്കുന്നത്. റെയിൽവേ മേഖലയിൽ വലിയ വികസനം എന്നുള്ളത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഏതാണ്ട് 42ഓളം വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അയോധ്യയിൽ നിർവഹിക്കും. അതിൽ ഈ റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ അയോധ്യ നഗരത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളവ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോടുകൂടി പുതിയ വിമാനത്താവളമായിട്ടുള്ള മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉദ്ഘാടനം നടക്കുക. ആ പേരിനും വലിയ പ്രാധാന്യമാണ് ഉള്ളത്. വാൽമീകിയുടെ പേരിലുള്ള ഒരു വിമാനത്താവളമാണ് യാഥാർത്ഥ്യമാകുന്നത്. വാൽമീകി സമുദായം പിന്നാക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വാൽമീകി വിഭാഗത്തിന്റെ വാൽമീകിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തുക, ആ തന്ത്രവുമാണ് BJP ഇതിന്റെ ഭാഗമായിട്ട് പയറ്റുന്നത്. ഇന്ന് ഏതാണ്ട് 11,000 കോടി രൂപയുടെ പദ്ധതികൾ, വികസന പദ്ധതികൾ ഒക്കെ അയോധ്യയിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം അടക്കമുള്ളവയും പ്രധാനമന്ത്രി തന്നെ, ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെയൊക്കെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. ഇപ്പോൾ 2 അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ട്രെയിനിനുള്ളിൽ പ്രധാനമന്ത്രി ജനങ്ങളുമായിട്ട് അല്പസമയം സംവദിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിക്കുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിമാരെയും ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ രീതിയിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ക്ഷേത്രത്തിന്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള രൂപസാദൃശ്യം നൽകാനായി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഓരോ ഇത് കാണാനായിട്ട്, ഈ ഉദ്ഘാടന ചടങ്ങുകൾ കാണാനായിട്ട് നിരവധി ആളുകൾ ഈ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് പ്രധാനമന്ത്രി. രാവിലെ റോഡ് ഷോയ്ക്ക് ശേഷമാണ് ഈ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിലേക്കൊക്കെ തന്നെ പ്രധാനമന്ത്രി കടന്നത്. വന്ദേ ഭാരത് 6 വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെയാണ് ഈ വികസന പദ്ധതികൾ. അതോടൊപ്പം തന്നെ മഹർഷി വാൽമീകി വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്യും. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയായിരുന്നു.